ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അല്ലെങ്കിൽ വേറെ പേരാണ് പ്രൊഡക്റ്റ് മൊമെൻറ്റ് മെത്തേഡ്. ഇത് വളരെ സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാംസിനുണ്ടാവും. നിങ്ങളുടെ സിലബസിൽ ഈ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എക്സാംസിൽ വരും. നല്ല മാർക്കിന് ചോദ്യം വരും. നിങ്ങൾക്ക് ആ മാർക്ക് അത് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് അതായത് വളരെ സിമ്പിളായിട്ട് ടോപ്പിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഏത് രീതി ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാണിക്കുന്ന ആ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് കാണാപ്പാൻ പഠിക്കുക മീൻസ് നിങ്ങളൊരു 1-2 പ്രോബ്ലം ആ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കുക. ആദ്യം സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്കും ചെറിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നി ഇക്വേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമുക്കിവിടെ എക്സും വൈ എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് എന്നുണ്ട്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ്, ഇതിൻ്റെ കോറിലേഷനാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണ ഇത് പല മെത്തേഡുണ്ട്. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി റാങ്ക് കോറിലേഷൻ ഉണ്ട്, അതായത് സ്പിയർസ്മാൻ മെത്തേഡ്. പിന്നെ കൺകറന്റ് ഡിവിഷൻ മെത്തേഡ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കാൾ പിയേഴ്സൺ മെത്തേഡാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പിയർസ്മാൻ മെത്തേഡ് അല്ലെങ്കിൽ റാങ്ക് കോറിലേഷൻ എന്ന് പറയും അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, ഇതാണ് വാല്യൂസ്. അപ്പോൾ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൾ പിയേഴ്സൺ മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഇക്വേഷനാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ ടഫ്നെസ് ഒന്നും ചിന്തിക്കരുത്. കാരണം വളരെ സിമ്പിളായിട്ടൊരു ഇക്വേഷനാണ്. നിങ്ങൾ 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് ചെയ്യും. വളരെ സിമ്പിളാണ്. ഇത് ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. അതായത് 1, 2, 3, 4, 5, 6, 7 ഈ 7 നമ്പർ ഓഫ് ഒബ്സർവേഷനാണ് നമ്മുടെ n ആയിട്ട് എടുക്കുക. മനസ്സിലായില്ലേ? 7 പെയർസ് ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് ഇവിടെ. എത്ര ഓപ്ഷൻ? ഇനിയിപ്പോൾ ഇവിടെ 2 നമ്പറോട് തന്നിട്ടുണ്ടെങ്കിൽ 7, 2, 9 അല്ലേ? 7, 2, 9. അത് നമ്മൾ 9 ആയിട്ട് എടുക്കും n. ഇനി അടുത്താണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സമ്മാണ്. നിങ്ങൾക്കറിയാലോ, മീഡിയൻ മോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാലോ. മീനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സമ്മാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2, 3, 5, 8 എന്ന് പറഞ്ഞ് ഇത് നമ്മൾ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്ന സമ്മിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുക. 13, 16, 18 ഇതിനാണ് ഈ ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ സിഗ്മ എന്ന് പറയുക. അപ്പോൾ ഈ എന്തിൻ്റെ സിഗ്മ ഇവിടെ എടുക്കണ്ടേ? സിഗ്മ എക്സ് വൈയുടെ സിഗ്മയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം സിഗ്മ എക്സ് വൈ നമുക്കിവിടെ കിട്ടണം. അടുത്താണ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഈ സിഗ്മ എക്സും സിഗ്മ വൈയും ആയിട്ട് ഇൻറ്റു ചെയ്യണമെങ്കിൽ നമുക്ക് ആ 2 സമ്മും കൂടെ വേണ്ടേ? യെസ്, സിഗ്മ എക്സും കണ്ടുപിടിക്കണം, സിഗ്മ വൈയും കണ്ടുപിടിക്കണം. ഇനി അടുത്താണ് സിഗ്മ എക്സ് സ്ക്വയർ. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഈ വാല്യൂ ഇവിടെ വരും. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ വാല്യൂ ഇവിടെ വരും. എന്നിട്ട് സ്ക്വയർ ചെയ്താൽ മതി. ബട്ട് ഇത് സിഗ്മ എക്സ് സ്ക്വയറാണ്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സിഗ്മ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ സിഗ്മ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. എപ്പോൾ സോൾവ് ചെയ്യാം നമുക്ക്? ഇതാണ് നമ്മുടെ നമ്മുടെ ടേബിൾ. ഇതിനകത്ത് നമുക്ക് ആദ്യം എഴുതേണ്ട വാല്യൂസാണ് എക്സും വൈയും. അതായത് ഈ വാല്യൂസ് എക്സും വൈയും. എക്സിൻ്റെ 2, 3, 4, 5, 6, 7, 8. വൈയുടെ വാല്യൂ എത്ര? 4 ആണോ? യെസ്, 4, 5, 4 ആണ് കേട്ടോ. 5, 6, 12, 9, 5, 4. ഓക്കെ, ഇതാണ് എക്സും വൈയും. ഇനി ഈ എക്സും ഈ വൈയും വെച്ചാലാണ് നമുക്കിനി ഇത്രയും സംഭവങ്ങൾ, അതായത് ഇക്വേഷൻ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പം
എക്സും വൈയും വെച്ച് തന്നെയാണ് നമുക്ക് മുന്നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എക്സും വൈ കഴിഞ്ഞ് അടുത്ത് തന്നെ ചെയ്യേണ്ടത് നമുക്കിവിടെ ആവശ്യമുള്ളത് ഈ ഇക്വേഷൻ നോക്കി തന്നെ അറിയാം. എക്സ് സ്ക്വയർ നമുക്ക് ആവശ്യമുണ്ട്. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ് നമുക്ക് ആവശ്യം. എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ സമ്മനാണ് സിഗ്മ എന്ന് വിളിക്കുക. സോ എക്സ് സ്ക്വയർ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ. പിന്നെ എന്താ ആവശ്യമുള്ളത്? വൈ സ്ക്വയർ. ഇവിടെ വൈ സ്ക്വയർ വേണം, വൈ സ്ക്വയർ. പിന്നെ അടുത്ത് എന്താ ആവശ്യമുള്ളത്? ഇനി അടുത്ത ആവശ്യമുള്ള സിഗ്മ എക്സ് വൈ. ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടണം, എക്സ് വൈയുടെ വാല്യൂ കിട്ടണം. അതായത് എക്സ് ഇൻറ്റു വൈ, ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് എക്സ് സിഗ്മ എക്സ് വൈ എന്ന് പറയുക. ഓക്കെ, എക്സ് ഇൻറ്റു വൈ. സോ നമുക്ക് ചെയ്യാൻ പ്രോബ്ലം ഇതാണ്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സിഗ്മ എക്സ് വൈ, സോറി എക്സ് വൈ. അപ്പം നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. അത് 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4 സ്ക്വയർ 60, 5 സ്ക്വയർ 25, 36. പിന്നെ അടുത്തത് 49, 8 സ്ക്വയർ 64. ഓക്കെ, നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്തു. ഈ എക്സിനെ നമ്മളിവിടെ എക്സ് സ്ക്വയർ ആണ് സ്ക്വയർ ചെയ്തെടുത്തു. ഇനി അടുത്ത് വൈ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ 16, 25, 36. 12ൻ്റെ സ്ക്വയർ 144. പിന്നെ അടുത്തത് 9ൻ്റെ സ്ക്വയർ 81, 25, 60. ഓക്കെ, ഇപ്പോൾ നമ്മൾ വൈനെ ഇവിടെ സ്ക്വയർ ചെയ്തു. ഓക്കെ, എക്സിനെ സ്ക്വയർ ചെയ്തു. അതായത് ഈ എക്സിനെ നമ്മളിവിടെ സ്ക്വയർ ചെയ്ത് എഴുതി, ഈ വൈനെ നമ്മളിവിടെ സ്ക്വയർ ചെയ്ത് എഴുതി. ഓക്കെ, ഇനി അടുത്ത എന്താ ആവശ്യം? എക്സ് ഇൻറ്റു വൈ. ഈ എക്സിനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് എക്സ് ഇൻറ്റു വൈ ആണ്. 2 ഇൻറ്റു 4 8. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്യണം, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. അടുത്ത 50 വരും, 24, 60 വരും, 54 വരും, 35 വരും, 32 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എക്സിനെയും വൈനെയും എടുത്ത് എഴുതി, അതിനുശേഷം ഈ രണ്ട് എക്സിനെയും വൈനെയും വെച്ചിട്ട് വേണം മുന്നോട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് എക്സ് സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം, വൈ സ്ക്വയർ കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കണം. എന്നിട്ട് എല്ലാം കൂടെ ടോട്ടലാക്കി താഴത്തേക്ക് എഴുതണം എല്ലാത്തിനെയും. ഇതിൻ്റെ എല്ലാത്തിനും ടോട്ടൽ സമ്മാണ് നമുക്കിവിടെ ആവശ്യം. മനസ്സിലല്ലേ? സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിഗ്മ എക്സ് വൈ, ഈ ടോട്ടൽ സമ്മ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ ടോട്ടൽ സമ്മ. സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈയുടെ ടോട്ടൽ സമ്മ. ഈ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ സമ്മ. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ ടോട്ടൽ സമ്മ. സോ നമുക്ക് എല്ലാം കൂടെ എഴുതി നോക്കാം. 5, 9, 4, 20, 21, 35. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ ടോട്ടൽ എഴുതിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്, വൈയുടെ വാല്യൂ എഴുതിയിട്ടുണ്ട്, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ വാല്യൂ എഴുതിയിട്ടുണ്ട്, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ. അപ്പോൾ ഈ സിഗ്മാസ്, ഈ ടോട്ടൽ സമ്മകളാണ് നമുക്കിനി ആവശ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വന്നേക്കുന്നതാണ് n ഇൻറ്റു സിഗ്മ എക്സ് വൈ. അതായത് ഈ സിഗ്മ എക്സ് വൈയുടെ ടോട്ടൽ സമ്മാണ് നമ്മൾ സിഗ്മ എക്സ് വൈ 228 എടുത്തേക്കുന്നത്. അതായത് n ഇൻറ്റു സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 7 ഇൻറ്റു എത്രയാണ്? സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എത്രയാണ്? 228. ഓക്കെ, ദാറ്റ് മൈനസ്, അതായത് മൈനസ് സിഗ്മ എക്സ്, അതായത് ഈ എക്സിൻ്റെ ടോട്ടൽ വാല്യൂ 35 ഇൻറ്റു ഈ സിഗ്മ വൈ. സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പോൾ സിഗ്മ വൈയുടെ ടോട്ടൽ സമ്മ 45. ദാറ്റ് ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ അടുത്ത വശം? റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ സമ്മ 203. റൂട്ട് ഓഫ് n ഇൻറ്റു എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ 203 മൈനസ്, ഇനി അടുത്ത് എന്താ വേണ്ടേ? സിഗ്മ എക്സ്, അതായത് ഈ സിഗ്മ എക്സ്, ഈ 35 നമ്മൾ സ്ക്വയർ ചെയ്യണം. ഈ 35 സ്ക്വയർ ചെയ്യണം. നമുക്ക് സ്ക്വയർ ഡയറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ 35 അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാം. 35 സ്ക്വയർ
ഇനി അടുത്താണ് റൂട്ട് ഓഫ് എൻ ഇൻറ്റു, അത് എൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു ഏതാ ഇവിടെ ആവശ്യം, എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അതായത് നമ്മളിവിടെ ചെയ്ത സിഗ്മ വൈയുടെ സ്ക്വയറിൻ്റെ ടോട്ടൽ സമ്മ 343 മൈനസ് എന്താണ്, സിഗ്മ വൈ അതിൻ്റെ സ്ക്വയർ. സോ സിഗ്മ വൈ എന്താണ്, സിഗ്മ വൈയുടെ ടോട്ടൽ 45 അതിൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. 7 ഇൻറ്റു 228 നമുക്ക് 1596 വരും. 1596 that minus 35 into 45 1575 that divided by root of 7 into 203. ഇവിടെ അല്ല ചെയ്യാം. 7 into 203 നമുക്ക് 1421 വരും. 1421 മൈനസ് 35 സ്ക്വയർ 1225. ഇനി അടുത്തത് റൂട്ട് ഓഫ് 7 ഇൻറ്റു 343 നമുക്ക് 2401 വരും. 2401 മൈനസ് 45 സ്ക്വയർ നമുക്ക് 2025 വരും. 2025 വരും ഇവിടെ. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ്ലി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ബട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് കാണിച്ചു തരാം. 15 അത് മേളത്തെ 1596 മൈനസ് 1575 നമുക്ക് 21 വരും. ദാറ്റ് ഡിവൈഡ് ബൈ താഴത്തെ റൂട്ടിൻ്റെ അകത്ത് നമുക്ക് 1421 മൈനസ് 1225 196ൻ്റെ റൂട്ട് 14 വരും. ഓക്കെ, 14 ഇൻറ്റു ഇനി അടുത്താണ് 2401 മൈനസ് 2025 376 വരും. അതിൻ്റെ റൂട്ട് 19.39 വരും. 19.39. ഓക്കെ, ഇത് രണ്ടും മൈനസ് ചെയ്ത് റൂട്ട് എടുത്തു, 14 കിട്ടി. ഇത് രണ്ടും മൈനസ് ചെയ്തു, റൂട്ട് എടുത്തു, 19.39 കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 ഇൻറ്റു 19.39 21.46 വരും. താഴെ മേളിൽ 21. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 271.46 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 0.077. ഓക്കെ, ഇതാണ് ആൻസർ, 0.077. അപ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് 0.077. സോ ഇത് എഴുതിക്കുമ്പോൾ ലൈക്ക് ഈ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നതാണ് 6. ഇതിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണേ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നതാണ് 6. ഈ 6 വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഒന്ന് എഴുതി തുടങ്ങാം, അല്ലെങ്കിൽ 6. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ദ ഡേറ്റ ഗിവൺ ബിലോ pertain to the price and demand for a particular commodity over a period of 5 years. Compute the correlation coefficient between price and demand. സോ നമുക്ക് ഒരു പ്രൈസ് ആൻഡ് ഡിമാൻഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് 78965, ഡിമാൻഡ് തന്നിരിക്കുന്നത് 867910. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും തമ്മിലുള്ള കോറിലേഷൻ, ഇത് തമ്മിലുള്ള റിലേഷൻ, ഈ രണ്ട് വേരിയൻസ് തമ്മിലുള്ള റിലേഷൻ ഉണ്ട് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. നമ്മൾ ആദ്യം തന്നെ ചോദ്യം വന്നു കഴിഞ്ഞാൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതാം.
എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ സ്ക്വയർ. ഓക്കെ, ഇത് ആറാണ്. ആറെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എഴുതാം. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇത് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എക്സും വൈയും എഴുതാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സ് പ്രൈസ് തന്നിരിക്കുന്നത് 78965, അതായത് ഇതാട്ടോ നമുക്ക് പ്രൈസ് തന്നിരിക്കുന്നത് 78965. അടുത്ത ഡിമാൻഡ് ഇൻ ടൺസ് തന്നിട്ടുണ്ട് 8, 6, 7, 9, 10. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സും വൈയും. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കണ്ടുപിടിക്കുക. നമ്മുടെ ഇക്വേഷൻ ആയതിനാൽ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുക. കാരണം അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ എഴുതാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലും. സോ നിങ്ങൾ മാക്സിമം എക്സസൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സസൈസൊക്കെ ഒന്ന് രണ്ട് ചെയ്ത് നോക്കുക ഈ ഇക്വേഷൻ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇക്വേഷൻ ബൈ ഹാർട്ട് ഇത് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് തോന്നും, ബട്ട് നോട്ട്, വളരെ സിമ്പിളാണ്. ഓക്കെ, എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ വൈയുടെ സ്ക്വയർ എടുക്കാൻ നോക്കുക. അതല്ല എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. പിന്നെ അടുത്തത് എക്സ് ഇൻറ്റു വൈ, ഈ എക്സും വൈ ഇൻറ്റു ചെയ്യുക. അപ്പം ആദ്യം എക്സ് സ്ക്വയർ നമുക്ക് എടുക്കാം. 7 സ്ക്വയർ 49, 8 സ്ക്വയർ 64, 81, 66, 36, 55, 25. ഓക്കെ, ഈ എക്സിൻ്റെ സ്ക്വയർ നമ്മളിങ്ങോട്ട് എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വൈയുടെ സ്ക്വയറാണ് നമ്മൾ എടുക്കേണ്ടത്. 8, 4, 36, 51, 100. അപ്പോൾ നമ്മൾ ഇതിവിടെ കൊണ്ടുവരണ്ടേ 64, 36, 49, 81, 100. ഇത് ഞാൻ അറിയാണ്ട് കോളം മാറി എഴുതിയതാണ്, ക്ഷമിക്കണം. വൈ സ്ക്വയർ ഉണ്ടോ, ഞാൻ ഈ വൈയുടെ സ്ക്വയറാണ് എടുത്തിരിക്കുന്നത്, ഇത് എക്സിൻ്റെ സ്ക്വയറും ഇവിടെ അറിയാണ്ട് മാറി എഴുതിയതാണ്. ഓക്കെ, സോ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. അപ്പോൾ ഇനി എക്സ് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഈ എക്സും വൈയും നമ്മൾ ഇൻറ്റു ചെയ്യണം. അതായത് 7 × 8 നമുക്ക് 56 കിട്ടും. അതായത് ഇവിടെ എഴുതുക 56. പിന്നെ 8 × 6 48. 63 കിട്ടും. 54, 50. മനസ്സിലായല്ലേ? ഇത് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻറ്റു വൈ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം ഇതിൻ്റെ എല്ലാം സമ്മാണ്. നമുക്കിവിടെ ആവശ്യം. അപ്പോൾ നമ്മളിവിടെ എല്ലാത്തിനും വാല്യൂ ഫൈനലി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 35, 40, 255, 330, 271. അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ ഈ ഫൈനൽ സംഭവിച്ചോടെ നമുക്കിനി നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ. നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് ആണ് നമ്മൾ എന്താണ് R = n ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് എത്ര പെയർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്, 1 പേരുണ്ട്, 2 പേരുണ്ട്, 3 പേര്, 4, 5 പേർ. സോ 5 പെയർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. സോ നമ്മൾ n എടുക്കുന്നത് 5 ആയിട്ടാണ്. 5 ഇൻറ്റു എന്താ വേണ്ടത്, സിഗ്മ എക്സ് വൈ. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സമ്മാണ്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈയുടെ ടോട്ടൽ നമുക്ക് കിട്ടും 271. ദാറ്റ് മൈനസ്, അതായത് ഈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എന്താണ്, ഇതാണ് സിഗ്മ എക്സ് ടോട്ടൽ 35. സിഗ്മ വൈയുടെ ടോട്ടലാണ് 40. 35 × 40. ദാറ്റ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അടുത്ത് തന്നെ വേണ്ടേ n × സിഗ്മ എക്സ് സ്ക്വയർ. സ്ക്വയർ ഉണ്ടോ, സിഗ്മ എക്സ് സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുത്തേക്കുന്ന എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ സമ്മ് 255. ഓക്കെ, സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, അതായത് ഈ n 5 അത് നമ്മൾ എടുത്തിരിക്കുക. 5 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ നമ്മളിപ്പോൾ നോക്കിയാൽ 255 മൈനസ് അടുത്തെന്താണ് സിഗ്മ എക്സ്.
ഈ സിഗ്മ എക്സിൻ്റെ സ്ക്വയർ എടുക്കുക, അതായത് ഈ സിഗ്മ എക്സ് 35, ഈ 35 സ്ക്വയർ എടുക്കുക. ഇനി അടുത്താണ് റൂട്ട് ഓഫ് ഈ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. ഇതാണ് നമ്മൾ സിഗ്മ വൈ, ഈ വൈയുടെ സ്ക്വയർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വൈയുടെ സ്ക്വയറാണ് നമുക്ക് ആവശ്യം 330. സോ n എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു വൈ സ്ക്വയർ 330 അല്ലേ, 330. ദാറ്റ് മൈനസ് ഈ സിഗ്മ വൈ, ഈ വെറും വൈയുടെ അത് ടോട്ടൽ സിഗ്മ 40, ഈ 40യുടെ സ്ക്വയർ നമ്മൾ എടുക്കണ്ടേ. ഓക്കെ, 40 സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു, നമുക്ക് ഇതിനോട് ഡയറക്റ്റ്ലി പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. ബട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു തരാം. 5. അപ്പോൾ നമ്മളിവിടെ ടോട്ടലി സോൾവ് ചെയ്തിട്ടുണ്ട്. മേളത്തെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 1355 മൈനസ് 35 ഇൻറ്റു 40 നമുക്ക് എടുക്കണം 1400. ദാറ്റ് ഡിവൈഡ് ബൈ ഈ നമ്മൾ ഇൻറ്റു ചെയ്തു, 35 റൂട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും -45 ഡിവൈഡ് ബൈ റൂട്ട് 50. അതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടും -45 ഡിവൈഡ് ബൈ റൂട്ട് 50യുടെ 7.07 ഇൻറ്റു ഈ റൂട്ട് 50യുടെ 7.07 നമ്മൾ ഇൻറ്റു ചെയ്തു. അതിന് കിട്ടിയത് -45 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു -0.9. ഓക്കെ, ഇതാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.